ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഞ്ജലീസ് ഫുഡ് കോർട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ചോക്ലേറ്റ് വാനില കേക്കാണ്. അപ്പോൾ ഈ കേക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മൈദയല്ല ഉപയോഗിക്കുന്നത്, ആട്ടയാണ്, അതായത് ഗോതമ്പ് പൊടി. അത് വെച്ചിട്ടാണ് ഇന്നത്തെ കേക്ക് ഉണ്ടാക്കുന്നത്. നല്ല എളുപ്പമാണ്. ഇങ്ങനെ ഈ കേക്കിൻ്റെ ഈ ഭംഗിയൊക്കെ കാണുമ്പോൾ അത്രയ്ക്ക് ഭംഗിയൊന്നും ഇല്ല കേട്ടോ, അത് വേറെ കാര്യം. കാണുമ്പോൾ വിചാരിക്കും എൻ്റെ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ എന്താ പാടെന്ന്. അത്ര പാടൊന്നുമില്ല, സിമ്പിളാണ്. നോക്കാം. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തന്നെ ഒരു ബെല്ലൈക്കൺ വരും, അത് പ്രസ് ചെയ്താലാണ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരിക. ഇനി നമുക്ക് വേഗം തന്നെ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് 3 മുട്ടയാണ് ഈ പറഞ്ഞ അളവിലേക്കുള്ള കേക്കിന് എടുക്കുന്നത്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടേനെ എടുക്കാൻ നോക്കുക, തണുത്ത മുട്ടയല്ല വേണ്ടത് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇത്രയും നാൾ ഞാൻ മിക്സിയിൽ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ എനിക്കൊരു ബീറ്റർ കിട്ടിയിട്ടുണ്ട്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡ് സർപ്രൈസായിട്ട് എനിക്ക് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇത് ഉദ്ഘാടനം ചെയ്യണമല്ലോ, അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ കേക്ക് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ബീറ്ററില്ലാച്ചിട്ട് ആരും അങ്ങോട്ട് വിഷമിക്കേണ്ട. ഇത്രയും നാൾ ഉണ്ടാക്കിയ കേക്കുകളൊക്കെ ഞാൻ മിക്സിയിൽ തന്നെയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം കൂടിയിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുത്താൽ മതി കേട്ടോ. ഒറ്റ ട്രിപ്പിൽ തന്നെ പരിപാടിയും കഴിയും. മുട്ടയൊക്കെ ഇപ്പോൾ നന്നായി പതഞ്ഞ് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമുക്കിതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ വാനില എസൻസ് ഇല്ലയെന്ന് വെച്ചിട്ട് ആരും വിഷമിക്കേണ്ട. നിങ്ങൾക്ക് ഏലക്കായ ഉണ്ടാവുമല്ലോ വീട്ടിൽ, അത് അങ്ങോട്ട് പൊടിച്ചത് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ വാനില എസൻസ് ഒരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഞാൻ മൂടിയുടെ അളവ് പറഞ്ഞുതരാം. 1/2 മൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 മൂടി അങ്ങോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അടുത്തത് നമ്മൾ പൊടികളാണ് എടുക്കാൻ പോകുന്നത്. 1 കപ്പ് ആട്ട, അതായത് ആശീർവാദിൻ്റെ ആട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ആട്ടയാണോ ഇഷ്ടം വെച്ചെങ്കിൽ അതെടുക്കുക കേട്ടോ. അതൊരു കപ്പ് എടുത്തിട്ടുണ്ട്. 250 ml 1 കപ്പ്. ഇനി അടുത്ത് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ബേക്കിംഗ് സോഡയല്ല ഞാൻ ചേർക്കുന്നത്, ബേക്കിംഗ് പൗഡർ മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇത് നന്നായിട്ട് ഇടഞ്ഞെടുക്കണം. ഇതിൻ്റെ കൂടെ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ അത്രയും നല്ലത്. ഞാനിപ്പോൾ സാധാരണ പഞ്ചസാര 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ നന്നായി ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ നന്നായി പൊടിഞ്ഞ് കിട്ടിക്കോളൂ. അടുത്തത് ഇനി വാനില എസൻസും അതുപോലെ തന്നെ ഇടഞ്ഞു വെച്ചിട്ടുള്ള ആട്ടയും ബേക്കിംഗ് പൗഡറും പഞ്ചസാരയും എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ മിക്സിയിലാണ് ഇത് ചെയ്യാറ്, അതിന് പകരമാണ് ഈ ബീറ്റർ ഉപയോഗിക്കുന്നത് കേട്ടോ. നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സായി കിട്ടട്ടെ, നല്ല ബാറ്ററായി എടുക്കട്ടെ. ഇപ്പോൾ എല്ലാം ഏകദേശം മിക്സായി. ഇനി 1/4 ഗ്ലാസോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ ബാറ്ററിനോട് കൂടെ തന്നെ നമ്മൾ 1/4 ഗ്ലാസ് ഓയിലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. മിക്സിയിലാണെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ചിട്ട് അടിച്ചെടുത്താൽ മതി. എല്ലാം നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആയിട്ടുണ്ട്, കണ്ടില്ലേ? ഇപ്പോൾ പഞ്ചസാരക്കോ ഇവിടെ അലിഞ്ഞ് ചേർന്ന് കണ്ട. അപ്പോൾ നമ്മൾ പൊടിച്ച പഞ്ചസാരനെ ചേർക്കണം എന്നില്ല. മിക്സിയിലാണെങ്കിലും ഞാൻ പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർക്കാറ്. എല്ലാം കൂടി ഒരുമിച്ചിടും. അപ്പം മൈദയാണെങ്കിൽ മൈദ, ആട്ടയാണെങ്കിൽ ആട്ട, അതുപോലെ തന്നെ പഞ്ചസാരയൊക്കെ ഒരുമിച്ചിടാറ്. മുട്ടയും എൻ്റെ ബാറ്റർ കുറച്ച് തിക്കാ തോന്നി, അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ തിളപ്പിച്ചാറിയ പാലാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ. പച്ചവെള്ളം അതുപോലെ തന്നെ ചൂടുവെള്ളം ഒഴിക്കണേക്കാട്ടൊക്കെ നല്ലത് പാൽ ഒഴിച്ച് കൊടുക്കുന്നത് തന്നെയാണ്. അപ്പോൾ 3-4 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്താൽ മതി, അധികം ആക്കണ്ട. അപ്പോൾ നമ്മുടെ ബാറ്ററിൻ്റെ ആ ഒരു പാകം അങ്ങോട്ട് മാറും. അപ്പോൾ അത് സൂക്ഷിക്കണം. നമ്മളുടെ ശരിക്കും കേക്കൊക്കെ നന്നായിട്ട് കിട്ടാനായിട്ട് ആ ഒരു ബാറ്റർ ശരിയായാലാണ് കിട്ടുള്ളൂ. പാല് ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുത്തപ്പോൾ ഇതിൻ്റെ കറക്റ്റ് പരുവമായിട്ടുണ്ട്. ഇനി ഇത് ഒഴിക്കുന്ന സമയത്ത് അതെങ്ങനെയാണ് ഇതിൻ്റെ ബാറ്റർ എന്ന് കാണിച്ചു തരാം കേട്ടോ. ബാറ്റർ ഓക്കെ ആയി. ഇനി അടുത്ത പരിപാടി, ഇനി ആ ബാറ്ററിനെ നമുക്ക് 2 ഭാഗമാക്കണം. അതായത് ഒന്ന് ചോക്ലേറ്റ് മിക്സ് ആക്കിയിട്ട് ചോക്ലേറ്റ് ബാറ്ററും പിന്നെ നമ്മൾ സാധാരണ ആക്കിയ ബാറ്ററും ആക്കി എടുക്കണം. അപ്പോൾ 2 കളർ ഉണ്ടാവും, വൈറ്റും അതുപോലെ ചോക്ലേറ്റ് കളറായിട്ടുള്ള ഇതും. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടെ ബേക്കേഴ്സിൻ്റെ കൊക്കോ പൗഡർ 1.5 ടേബിൾ സ്പൂണാണ്. അത് ഇതിലേക്ക് മിക്സ് ചെയ്ത് നമുക്ക് ഈ കളറാക്കി വെക്കണം. അപ്പോൾ ഞാൻ എന്താ മിക്സ് ചെയ്തു, ഈ കളറാക്കി എടുക്കട്ടെ. ഇതിൽ തരിതരികളൊക്കെ ശരിക്കും നന്നായിട്ട് തന്നെ ഉടച്ചെടുത്തോളൂ കേട്ടോ. ഞാൻ ബീറ്റ് ചെയ്യണില്ല, ഞാൻ ഇത് വെച്ചിട്ട് തന്നെയാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇത് 2 കളറുണ്ട്, ഡാർക്ക് ചോക്ലേറ്റും ഉണ്ട്, കുറച്ച് ലൈറ്റായിട്ടുണ്ട്. ഞാൻ ലൈറ്റായിട്ടുള്ളതാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ശ്രദ്ധിക്കാനുള്ളത്, ഈ കൊക്കോ പൗഡറൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഡേറ്റ് ഇല്ലേ, ഡേറ്റിൻ്റെ ആ സമയത്തിന് മുന്നേ തന്നെ എടുത്ത് തീർക്കുക. ഇല്ലെങ്കിൽ അതിൻ്റെ കളർ അങ്ങനെ കിട്ടൂല, പിന്നെ നമുക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റും കിട്ടില്ല. അപ്പോൾ അതൊക്കെ സൂക്ഷിക്കാം. ഇതാണ് ബാറ്ററിൻ്റെ പാകം. അവിടെ ഇപ്പോൾ നമ്മുടെ 2 ബാറ്ററും റെഡി ആയിരിക്കുന്നുണ്ട്. ഇനി അടുത്ത് എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത് കുക്കറിലാണ്. അതുപോലെ തന്നെ കേക്കിൻ്റെ പാത്രം വേണം, മോൾഡ്. അപ്പോൾ അതിൽ
ഞാൻ റൗണ്ട് ഷേപ്പിലുള്ള മോൾഡാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ച് കൊടുത്തു. അത് തടവിയതിന് ശേഷം ബട്ടർ പേപ്പറാണ് ഈ വിരിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കേക്ക് ടിന്നും ബാറ്ററും റെഡിയായി. ഇനി നമുക്ക് കുക്കർ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് കുക്കർ എടുക്കുക. അതിലേക്ക് ഉപ്പോ മണലോ എന്താ വെച്ചെങ്കിൽ കിട്ടുന്നത് എന്താ വെച്ചെങ്കിൽ അത് വെതറി കൊടുക്കുക. അപ്പോൾ ഞാൻ എപ്പോഴും എടുക്കണ ഉപ്പാണിത്. അത് ഞാൻ എടുത്ത് വെക്കാറുണ്ട്. അത് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്കൊരു പാത്രം വെച്ച് കൊടുക്കുക. 5 മിനിറ്റ് നന്നായി അതൊന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ കുക്കർ. അപ്പോൾ ഞാൻ അത് ചൂടാക്കാൻ വെച്ചു. ഇനി നമ്മുടെ കേക്ക് ടിന്നിലേക്ക് ആദ്യം വൈറ്റ് കളറുള്ള ബാറ്റർ ഒഴിച്ച് കൊടുത്തു. അതിൻ്റെ മുകളിലേക്ക് ചോക്ലേറ്റിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ മാറി മാറി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളുടെ ഈ കേക്ക് ടിന്നിൻ്റെ 1/4 ഭാഗത്തോളം ഫില്ല് ചെയ്യിപ്പിക്കുക. അപ്പോൾ അത് കറക്റ്റ് പാകത്തിനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ആദ്യം വൈറ്റ് കളറ്, പിന്നെ ചോക്ലേറ്റ് കളറ്, പിന്നെ വൈറ്റ് കളറ്, ചോക്ലേറ്റ് കളറ്, അങ്ങനെ നമുക്ക് എടുക്കുക കേട്ടോ. അപ്പോൾ എന്നാലാണ് നമുക്ക് ആ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് അതേപോലെ ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ അതേപോലെ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് 2 പോർഷനായിട്ട് ഒഴിക്കണമെങ്കിൽ അങ്ങനെ ഒഴിക്കുക. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ബ്രൗൺ ബാറ്റർ ഒഴിക്കുക, അതിൻ്റെ മുകളിൽ വൈറ്റ് ബാറ്റർ ഒഴിക്കുക. അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇടയിൽ അങ്ങനെ വരകൾ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്താ ഇഷ്ടം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിത് വേഗം ആക്കിയെടുക്കാം. നമ്മുടെ കുക്കർ അവിടെ ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്. കുക്കറിൻ്റെ ഉള്ളിൽ നമ്മൾ ആദ്യം ഉപ്പിട്ടു. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു പാത്രം വെച്ചു. അതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഈ കേക്ക് ടിന്ന് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. ഡയറക്റ്റ് വെക്കണവരുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ അടിഭാഗം പെട്ടെന്ന് ചീത്തയാവും. അപ്പോൾ അത് ചെയ്യേണ്ട വെച്ചിട്ടാണ്. പിന്നെ നന്നായിട്ട് ചൂടും പെട്ടെന്ന് അങ്ങോട്ട് ആയിട്ട് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഉപ്പിടുന്നതും അതുപോലെ തന്നെ ആ പ്ലേറ്റ് പോലെയുള്ള സംഭവം ഞാൻ വെക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് ചെയ്യുക. ഇത് നമുക്ക് നമ്മുടെ സോസ് പാനിലോ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഒരു കേക്ക് ഞാൻ അടുത്ത പ്രാവശ്യം ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ ശ്രദ്ധിച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഡിസൈൻ വേണമെങ്കിൽ ഡിസൈൻ ആക്കി എടുക്കാം. ഞാൻ വലിയ ഡിസൈനൊന്നും ആക്കണില്ല കേട്ടോ. ഞാൻ സിമ്പിളായിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത്. എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ആട്ട. അപ്പോൾ അത് വെച്ചിട്ട് ഉണ്ടാക്കാം. പിന്നെ ഈ കൊക്കോ പൗഡറാണ് വിഷമം അല്ലേ. ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും കൊക്കോ പൗഡർ കിട്ടുന്നുണ്ട് കേട്ടോ. അതും വാങ്ങാനും ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ലാസ്റ്റത്തെ മുകളിൽ ഞാൻ വൈറ്റാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ വൈറ്റ് ഒഴിച്ചു കൊടുത്തു. ഇനി വേണമെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് ടൂത്ത് പിക്ക് വെച്ചിട്ടോ എന്തെങ്കിലും ഒരു വടി വെച്ചിട്ടോ ഇങ്ങനെ ഡിസൈനാക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ സാധാരണ ടൂത്ത് പിക്ക് വെച്ചിട്ടാണ് ഡിസൈനാക്കി കൊടുക്കാറ്. ഇന്ന് അത്ര ഭംഗിയിലൊന്നും നോക്കി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും കഴിക്കാൻ നല്ല കേക്ക് തന്നെയാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ മുന്നേയും കുറേ കേക്കുകൾ ഇട്ടിട്ടുണ്ട്, അതൊക്കെ കാണാൻ മറക്കരുത്. ഇനി ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം, ബബിൾസൊക്കെ പോട്ടെ. ഇത് ഞാൻ വെറുതെ അടിഭാഗത്ത് നല്ല കട്ടയായിട്ട് ഇരിക്കുന്നുണ്ടാവും, അത് വേണ്ട, അത് അങ്ങനെ ആവരുതെന്ന് വെച്ചിട്ടാണ് ടൂത്ത് പിക്ക് കൊണ്ട് ഇങ്ങനെ വെറുതെ വരച്ച് കൊടുക്കുന്നത്. നമ്മൾ സീബ്ര കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ മാർബിൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അടിപൊളിയായിട്ട് ഡിസൈനായിട്ട് തന്നെ കിട്ടാറുണ്ട്. അതുപോലെ അല്ല കേട്ടോ അത് സിമ്പിൾ ഒരു കേക്കാണ്. കുക്കർ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളെ കേക്കിൻ്റെ ടിന്ന് ഇറക്കി വെക്കുക. അപ്പോൾ ഇതിൽ വാഷർ ഇടുന്നുണ്ട്. എന്നിട്ട് വിസിൽ വെക്കാതെയാണ് ഞാൻ ക്ലോസ് ചെയ്യുന്നത്. എന്നിട്ട് ഒരു 40 മിനിറ്റ്, കറക്റ്റ് 40 മിനിറ്റ് ആകുമ്പോഴത്തേക്കും സംഭവം റെഡിയാവും. അതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കൊന്നും വേണ്ട കേട്ടോ. തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ കേക്ക് പൊന്തി വരുന്നത് അങ്ങനെ പാടെ അമങ്ങും. 40 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ കുക്കർ ഓപ്പൺ ചെയ്തു. നമ്മളുടെ കേക്ക് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഒന്ന് കുത്തി നോക്കട്ടെ. ഇതുമ്മ ക്ലീൻ ആയിട്ട് വന്നു വെച്ചെങ്കിൽ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ സംഭവത്തൊന്നും ഒട്ടി പിടിച്ചിട്ടില്ല. ഇനി ഇത് ആറാൻ വയ്ക്കാം. അപ്പോൾ ഇതൊന്ന് അമങ്ങും താഴേക്ക്. അപ്പോൾ ഇതിങ്ങനെ പൊന്തിക്കണ്ടല്ലോ വെച്ചിട്ട് പേടിക്കണ്ട. കുക്കറൊക്കെ നല്ല ചൂടായിട്ടാണ് ഇരിക്കണേ. അപ്പോൾ സൂക്ഷിച്ചിട്ട് തന്നെ പുറത്തേക്ക് എടുക്കുക കേട്ടോ. കേക്കിൻ്റെ ടിന്ന് കൈ പൊള്ളും, സൂക്ഷിക്കുക. പുറത്തേക്ക് വെച്ച് നന്നായി ആറിയതിന് ശേഷം മാത്രം കട്ട് ചെയ്യുക. ഇല്ലെങ്കിൽ നമ്മുടെ അതിൻ്റെ ഉള്ളൊന്നും സെറ്റായി കിട്ടില്ല. ഒന്ന് ക്ഷമിച്ചാൽ മതി, അപ്പോൾ നന്നായിട്ട് കിട്ടും. നന്നായി ചൂടാറിയതിന് ശേഷം നമ്മളിങ്ങനെ ഒരു പ്ലേറ്റ് എടുക്കുക. എന്നിട്ട് കേക്ക് ടിന്ന് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കമഴ്ത്തിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് അടർന്നു പോന്നോളും. അപ്പോൾ വേറൊരു ഒന്നും വെക്കേണ്ട ആവശ്യമൊന്നും വരാറില്ല, തന്നെ അടർന്നു പോന്നോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഉള്ളിൽ ആ ഡിസൈൻ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ശരിക്കും കട്ട് ചെയ്ത് വെച്ചിട്ട് വെക്കുമ്പോൾ നേരത്തെ കണ്ടില്ലേ നമ്മൾ വീഡിയോയുടെ ഫസ്റ്റ് തന്നെ, അതുപോലെ തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ കുട്ടികൾക്ക് കഴിക്കാനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും, ഇങ്ങനെ ഇടയിൽ ഈ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റൊക്കെ വരുമ്പോൾ. അപ്പോൾ ഇതേപോലെ നമുക്ക് കേക്ക് കിട്ടും. മൈദയിൽ ഉണ്ടാക്കണ അതേപോലെ തന്നെയാണ്, പക്ഷെ കുറച്ചും കൂടി നല്ലതാണ് ആട്ടയിൽ ഉണ്ടാക്കുമ്പോൾ. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഹെൽത്തിയാണ്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും ധൈര്യത്തോടെ ഈ വെക്കേഷന് മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്തോളൂ കേട്ടോ.
അപ്പോൾ ശരി, ഇനി പുതിയ റെസിപ്പി ആയിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. പതിവ് പോലെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.